മതാചാര പ്രകാരമാകുമ്പോൾ പുത്രന്മാർക്കാണ് ഈ ചടങ്ങുകൾ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ചടങ്ങുകൾ സാധാരണ ചെയ്യാറുള്ളത്. ഇപ്പോൾ പക്ഷേ ജയലളിതയ്ക്ക് വേണ്ടിയിട്ട് ശശികല ഉച്ചത്തോതി ശശികലയാണ് അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചിരിക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത അനന്യതയിലേക്ക് നീങ്ങുകയാണ്. എങ്കിലും അവർ കണ്ണിൽ നിന്നും മറയുകയാണെങ്കിലും അവർ ചെയ്തു വെച്ച പദ്ധതികൾ, അവരുടെ നേട്ടങ്ങൾ ഒരിക്കലും തമിഴകത്തിൽ നിന്നോ ചരിത്രത്തിൽ നിന്നോ മായില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. ഒട്ടേറെ ജനകീയ പദ്ധതികൾ നടപ്പാക്കി ജനകീയ മുഖ്യമന്ത്രി എന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിച്ച ഒരു വ്യക്തിയായിരുന്നു ജയലളിത ജയറാം. ജയലളിതയെ സ്നേഹത്തോടെ തമിഴ്നാട്ടുകാർ അമ്മ എന്നും പുരട്சி തലവി എന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. ഇപ്പോഴും ചിലർ അന്ത്യോപചാരം അർപ്പിക്കാനായിട്ട് മറീന ബീച്ചിലൂടെ ഓടിപ്പോകുന്നത് പ്രമുഖരാണ്. ഒട്ടേറെ പ്രമുഖർ ഇപ്പോഴും പോകുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ അന്ത്യഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പറഞ്ഞതിൽ നിന്നും ഏതാണ്ട് 1.5 മണിക്കൂറോളം വൈകിട്ടാണ് സംസ്കാര ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ സംസ്കാരം അന്ത്യഘട്ടത്തിലേക്ക് കടക്കുന്നു. എങ്ങനെയാണ് സംസ്കാരം നടക്കുന്നത് എന്ന് പേടകത്തിൽ അടക്കം ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന സൂചന. മതാചാര പ്രകാരം തന്നെ അവർ നിരീശ്വരവാദത്തിന്റെ വക്താവായിരുന്നു. മതാചാര പ്രകാരം പേടകത്തിൽ ജയലളിതയെ അടക്കം ചെയ്യുന്നു. തടിയുടെ പേടകം, ചന്ദനത്തിന്റെ പേടകത്തിലാണ് തമിഴകത്തിന്റെ അമ്മ അന്ത്യയാത്രയായി ആവുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ ചടങ്ങുകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേടകം ഊട്ടുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയ്ക്ക് അന്ത്യവിശ്രമം അടക്കം ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ, പേടകത്തിൽ അടക്കം ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നടക്കുന്നത്. അവിടെയായിരിക്കും ഇനി ഒരുപക്ഷെ സ്മാരകം ഉണ്ടാവുക. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിമാരായ CN അണ്ണാദുരൈയുടെയും MGRന്റെയും സംസ്കാര ചടങ്ങുകൾ നടന്ന അവർക്ക് സ്മാരകം പണിതിട്ടുള്ളതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായ ജയലളിതയുടെയും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അവിടെ ഇപ്പോൾ പേടകത്തിൽ അടക്കം ചെയ്ത മൃതദേഹം ഇവിടെ അണ്ണാ സ്ക്വയറിലെ മറീന ബീച്ചിൽ അടക്കം ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ അത് മൃതദേഹം എടുത്തുകൊണ്ട് സൈനികരും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കൾ ചെയ്യുന്ന മണ്ണിൽ അടക്കം ചെയ്യുന്ന സൈന്യം ഔദ്യോഗിക ബഹുമതി നൽകുകയാണ്. അന്ത്യവിശ്രമം കൊള്ളുന്ന മറീന ബീച്ചിലെ MGRന്റെ അന്ത്യവിശ്രമ സ്ഥലത്തിന് തൊട്ട് ചേർന്ന് തന്നെയാണ്, ജയലളിത ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെയാണ് ജയലളിതയ്ക്കും ഇപ്പോൾ അന്ത്യവിശ്രമം ഒരുങ്ങുന്നത്. ചന്ദനപ്പെട്ടിയിൽ അടക്കം ചെയ്യുകയാണ് ജയലളിതയെയും. ഇങ്ങനെ തന്നെയാണ് MGRന്റെയും അന്ത്യവിശ്രമം. അതുതന്നെയാണ് ജയലളിതയും ആഗ്രഹിച്ചത്. അതാണതിലെ ഒരു കൗതുകം. ജയലളിത ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ ജയലളിതയുടെ വിശ്രമം ഇപ്പോൾ സാധ്യമായിരിക്കുന്നു. തോഴി ശശികലയാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്തത്. വളരെ വിപുലമായ മതാചാര പ്രകാരമുള്ള ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു പൂജാരി ഉണ്ടായിരുന്നു, പുഷ്പവൃഷ്ടി നടത്തി അതിനുശേഷം അടക്കം ചെയ്യുക തന്നെയാണ്. വേറെ നീണ്ടുനിന്ന മതാചാര പ്രകാരമുള്ള ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല. തോഴി ശശികല മൃതദേഹത്തിന് ചുറ്റും പുഷ്പവൃഷ്ടി നടത്തി ചന്ദനമുട്ടിൽ വെച്ച് മൃതദേഹം ആ ചന്ദനപ്പെട്ടിയിൽ അടക്കം ചെയ്യുക എന്നത് മാത്രമാണ് നടന്ന ചടങ്ങുകൾ.
ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. AIADMKയുടെ മുതിർന്ന നേതാക്കൾ എല്ലാവരും അവിടെയുണ്ട്. മുഖ്യമന്ത്രി പനീർശെൽവവും ഒപ്പമുണ്ടായിരുന്നു. പക്ഷേ പിൻഗാമിയായി പനീർശെൽവം വന്നെങ്കിലും അന്ത്യകർമ്മങ്ങൾ ചെയ്തത് ശശികലയാണ്.